ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നികുതിദായകർക്ക് ആശ്വാസം പകരുന്നതിനൊപ്പം മൂലധന നിക്ഷേപത്തിനും കേന്ദ്ര ബജറ്റിൽ പ്രാധാന്യം നൽകിയതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഡൽഹിയിലും ബീഹാറിലും ശക്തമായ ഭൂചലനം, ജനങ്ങൾ പരിഭ്രാന്തരാകാതെ ഇരിക്കണമെന്നും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് 3-അംഗ സമിതി യോഗം ചേരും. വയനാട് പുനരധിവാസത്തിനായുള്ള കേന്ദ്ര വായ്പാ വിനിയോഗം സംബന്ധിച്ച ചർച്ചയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള ഗുജറാത്ത് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. നികുതിദായകർക്ക് ആശ്വാസം പകരുന്നതിനൊപ്പം മൂലധന നിക്ഷേപത്തിനും 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രാധാന്യം നൽകിയതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മുംബൈയിൽ വ്യാവസായിക മേഖലയിൽ നിന്നുള്ള പ്രതിനിധികളുമായും ടാക്സ് പ്രൊഫഷണൽസുമായും സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആദായ നികുതിയിൽ ജനങ്ങൾക്ക് ആശ്വാസപ്രദമാകുന്ന ഇളവുകൾ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഏർപ്പെടുത്തിയതെന്നും ധനമന്ത്രി പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള സംരംഭങ്ങൾക്ക് ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം നൽകിയതായും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. The steps taken towards leading India to become Vikasit are the emphasis for R&D. We are giving money for creating that kind of a fund from or using that when monies are raised from the market. You are going to have more than 1 lakh crore for supporting R&D, even driven by private agencies. So government together with private research bodies would want to build that momentum on research, particularly in science and technology related matters, medicine. ഡൽഹിയിലും ബീഹാറിലും ഇന്ന് രാവിലെ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട പശ്ചാത്തലത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരാകാതെ ഇരിക്കണമെന്നും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഡൽഹിയിൽ ഇന്ന് പുലർച്ചെ 5:36 അനുഭവപ്പെട്ടത്. ധൌല കുവാം മേഖലയ്ക്ക് സമീപം 5 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ബീഹാറിലെ സിവാൻ ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും രാവിലെ 8:02 റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ഭൂചലനങ്ങളിൽ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തുടർ ചലനങ്ങൾക്ക് അടുത്ത 24 മണിക്കൂർ നേരം സാധ്യതയുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ദേശീയ സീസ്മോളജി സെന്റർ ഡയറക്ടർ ഡോക്ടർ ഓം പ്രകാശ് മിശ്ര ആകാശവാണിയോട് പറഞ്ഞു. ये जो झटका हुआ है शैलो डेप्थ पर हुआ है, बहुत ही कम डेप्थ पर हुआ है. जो झील जो है जो धौला कुआं के करीब में है, यहाँ पर कोई नोन फॉल्ट नहीं है जो अर्थक्वेक जनरेट किया हो, लेकिन यहाँ पर लिनियामेंट्स बहुत है, वीक जोन बहुत से हैं. अच्छा है कि ये रिलीज हो गया है जिस जोन में ये हुआ है. तो यही सावधानी लेना है कि यदि कहीं वो रह रहे हैं उनका स्ट्रक्चर यदि वीक है और क्रैक्ड है, उससे थोड़ा दूर रहें या उसको रिपेयर कराएं, क्योंकि 24 आवर्स में एक छोटा झटका आने की संभावना रहती है. ഡൽഹിയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ 112 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശം നൽകി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നതിന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് സെലക്ഷൻ കമ്മിറ്റി യോഗം ചേരും. 3-അംഗ സമിതിയിൽ ഒരു കേന്ദ്രമന്ത്രിയും പ്രതിപക്ഷ നേതാവുമാണുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നാളെ കാലാവധി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് യോഗം. ഡൽഹിയിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരാനിരുന്ന BJP നിയമസഭാ കക്ഷിയോഗം ബുധനാഴ്ചത്തേക്ക് മാറ്റി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLA-മാരും ഡൽഹി BJPയിൽ മുതിർന്ന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കുമെന്നാണ് സൂചന. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനും നടപടികൾ സ്വീകരിച്ച് ഉത്തര റെയിൽവേ. പ്രയാഗ്രാജിലേക്കുള്ള പ്രത്യേക ട്രെയിനുകൾ 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് സർവീസ് നടത്തുമെന്നും പുറത്തേക്കുള്ള വഴി അജ്മീരി ഗേറ്റിലൂടെ ആയിരിക്കുമെന്നും റെയിൽവേ അറിയിച്ചു. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലും 18 പേർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യത്തിലാണ് നടപടികൾ. തിരക്ക് നിയന്ത്രിക്കാൻ അടുത്തയാഴ്ച വരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ നൽകില്ലെന്നും അധികൃതർ അറിയിച്ചു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. രാഷ്ട്രപതി ഭവനിൽ നാളെ അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വീകരണം നൽകും. രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് പുനരധിവാസത്തിനായുള്ള കേന്ദ്ര വായ്പാ വിനിയോഗം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം ഇന്ന് വൈകുന്നേരം 5-ന് തിരുവനന്തപുരത്ത് ചേരും. പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം 530 കോടി രൂപയുടെ പലിശരഹിത വായ്പ അനുവദിച്ചിരുന്നു. വായ്പ മാർച്ച് 31-നകം വിനിയോഗിക്കണമെന്ന നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പ്രത്യേക യോഗം ചേരുന്നത്. സോളിഡ് റോക്കറ്റ് മോട്ടോറുകൾക്കായി 10 ടൺ പ്രൊപ്പലന്റ് മിക്സർ വികസിപ്പിച്ച ISRO. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊപ്പലന്റ് മിക്സർ രൂപകൽപ്പന ചെയ്തത്. ആത്മനിർഭർ ഭാരത് ഇൻ സ്പേസ് സംരംഭത്തിന് കീഴിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണിതെന്ന് ISRO വ്യക്തമാക്കി. അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരുമായുള്ള മൂന്നാമത്തെ വിമാനം ഇന്നലെ രാത്രി അമൃത്സർ വിമാനത്താവളത്തിലെത്തി. 112 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ശനിയാഴ്ച രാത്രിയും ഈ മാസം 5-നുമാണ് അനധികൃത കുടിയേറ്റക്കാരുടെ മറ്റ് 2 സംഘങ്ങളെയും രാജ്യത്ത് എത്തിച്ചിരുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ നേടാനുള്ള പ്രാവീണ്യം മാത്രമല്ല തൊഴിൽദാതാക്കളാകാനുള്ള പരിശീലനവും ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ സാധ്യമാകുന്നതായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഡൽഹിയിലെ ഹിന്ദു കോളേജിന്റെ 126ാമത് സ്ഥാപക ദിന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ജലമിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജലമന്ത്രിമാരുടെ 2ാമത് അഖിലേന്ത്യാ സമ്മേളനം നാളെ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ആരംഭിക്കും. 2 ദിവസത്തെ സമ്മേളനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മന്ത്രിമാർ പങ്കെടുക്കും. ആന്ധ്രാപ്രദേശിൽ ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് 2 മരണം. 45 വയസ്സുള്ള സ്ത്രീയും 10 വയസ്സുള്ള ആൺകുട്ടിയുമാണ് മരിച്ചത്. നിലവിൽ 17 പേരാണ് രോഗബാധിതരായുള്ളത്. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കേരളം ഗുജറാത്തിനെ നേരിടുന്നു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കേരളം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിലാണ്. ഓപ്പണർമാർ മോശമല്ലാത്ത തുടക്കമാണ് കേരളത്തിന് നൽകിയത്. സ്കോർ 60-ൽ നിൽക്കെ അക്ഷയ് ചന്ദ്രൻ റണ്ണൌട്ടായത് കേരളത്തിന് തിരിച്ചടിയായി. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വഡോദരയിൽ രാത്രി 7:30-നാണ് മത്സരം. ഐ-ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായ തോൽവികൾക്ക് ശേഷം ആശ്വാസ ജയം തേടി ഗോകുലം കേരള ഇന്നിറങ്ങും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ ഡൽഹി FCയാണ് ഗോകുലം നേരിടുക. പോയിന്റ് പട്ടികയിൽ ഗോകുലം 7-ാം സ്ഥാനത്തും ഡൽഹി 11-ാം സ്ഥാനത്തുമാണ്. വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുന്നു എന്ന ആരോപണത്തെ തുടർന്ന് ചൈനീസ് AI ആപ്പ് ഡീപ് സീക്കിന്റെ ഉപയോഗം ദക്ഷിണ കൊറിയ താൽക്കാലികമായി നിർത്തിവച്ചു. രാജ്യത്ത് നിലവിലുള്ള വ്യക്തിവിവര സംരക്ഷണ നിയമങ്ങൾക്ക് വിധേയമായി ഡീപ് സീക്ക് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതുവരെ നിയന്ത്രണം തുടരുമെന്നും ദക്ഷിണ കൊറിയ അറിയിച്ചു. ഗസ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾക്കായി ഇസ്രയേലി സംഘം കെയ്റോയിലേക്ക് പോകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. 1ാം-ഘട്ട കരാർ തുടരുന്നത് സംബന്ധിച്ച് 2ാം-ഘട്ട കരാറിന്റെ സാധ്യതകളെക്കുറിച്ചുമുള്ള ചർച്ചകളാണ് കെയ്റോയിൽ നടക്കുക. US മിഡിൽ ഈസ്റ്റ് നയതന്ത്ര പ്രതിനിധികളുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയ ശേഷമാണ് നെതന്യാഹുവിന്റെ ഈ തീരുമാനം. കേന്ദ്ര ബജറ്റ് ആശയവിനിമയ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര റെയിൽവേ ജൽശക്തി വകുപ്പ് സഹമന്ത്രി V. സോമണ്ണ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനങ്ങൾ ചർച്ചയാകും. ഹിമാചൽ പ്രദേശ് നിയമസഭ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റി അംഗങ്ങൾ നിയമസഭാ സ്പീക്കർ AN ഷംസീറുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ നിയമസഭാ സമിതികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തു. ഇരു സംസ്ഥാനങ്ങളുടെയും നിയമസഭകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് കൂടിക്കാഴ്ച സഹായകരമായതായി സ്പീക്കർ പറഞ്ഞു. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. വൈകുന്നേരം 6-ന് ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടില്ല. അതിർത്തി സുരക്ഷാ സേനയും ബംഗ്ലാദേശ് അതിർത്തി രക്ഷാസേനയും തമ്മിലുള്ള 55ാമത് ഡയറക്ടർ ജനറൽ തല ബോർഡർ കോർഡിനേഷൻ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. BSFന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിർത്തി രക്ഷാസേനകൾ തമ്മിലുള്ള മികച്ച ഏകോപനത്തിലുള്ള മാർഗങ്ങളും ചർച്ചയാകും. ഈ മാസം 20 വരെയാണ് സമ്മേളനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 225 പോയിന്റ് താഴ്ന്ന് 75,714-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 22,840-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നികുതിദായകർക്ക് ആശ്വാസം പകരുന്നതിനൊപ്പം മൂലധന നിക്ഷേപത്തിനും കേന്ദ്ര ബജറ്റിൽ പ്രാധാന്യം നൽകിയതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഡൽഹിയിലും ബീഹാറിലും ശക്തമായ ഭൂചലനം. ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് 3-അംഗ സമിതി യോഗം ചേരും. വയനാട് പുനരധിവാസത്തിനായുള്ള കേന്ദ്ര വായ്പാ വിനിയോഗം സംബന്ധിച്ച ചർച്ചയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള ഗുജറാത്ത് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.